നമുക്കറിയാം ജാൻമണി ഒരു ട്രാൻസ് വുമൺ ആണ്. പക്ഷേ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല. ജാൻമണി ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ തന്നെയുള്ള ഒരു മത്സരാർത്ഥിയായിട്ടാണ് അവിടെ നിലവിൽ നിലകൊള്ളുന്നത്. ജാൻമണിയുമായിട്ട് ആദ്യം ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജാൻമണി സിഗരറ്റ് വലിക്കാറുണ്ട്. സിഗരറ്റ് വലിക്കുക എന്നതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും വലിക്കാൻ സിഗരറ്റ് കത്തിക്കുന്നത് ഗ്യാസിൽ നിന്നാണ്. അതായത് അടുക്കളയിലുള്ള ഗ്യാസിൽ നിന്നാണ് സിഗരറ്റ് വലിക്കാനായിട്ട് കത്തിക്കുന്നത്. ആ ഒരു ഇൻസിഡന്റിനെ മറ്റു മത്സരാർത്ഥികൾ അത് ചെയ്ത് ശരിയല്ല എന്ന രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് രതീഷ് അവിടെ കയറിയിട്ട് ഓവറായിട്ട് ഇടപെടുകയാണ്. ഭയങ്കരമായിട്ട് ഹൈപ്പറായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്തത് ശരിയല്ല 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 എന്നുള്ള രീതിയിൽ ഭയങ്കര ഓവറായിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ വിഷയത്തിനെ രണ്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരാർത്ഥികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഒന്നും നമുക്കറിയില്ല. അത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ എന്തുകൊണ്ട് ആ സമയത്ത് അങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത്. എങ്കിലും അദ്ദേഹം ഭയങ്കര ഹൈപ്പറായിട്ട് ജാൻമണിയായിട്ട് വഴക്കിടുന്നുണ്ട്. ആ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് ശരിക്കും പറയേണ്ടത് ബിഗ് ബോസ് മത്സരാർത്ഥികളും സഹമത്സരാർത്ഥികളും മാത്രമല്ല, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ലാലേട്ടൻ. അതിനേക്കും ഉപരി ബിഗ് ബോസ് എന്ന ഷോയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരുടെ സൈഡിൽ നിന്നൊന്നും ഇങ്ങനെ ഒന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള വാർണിംഗ് നമ്മുടെ പ്രത്യക്ഷത്തിൽ അത് കൊടുത്തിട്ടില്ല. പക്ഷെ ലാലേട്ടൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്, ഗ്യാസിൽ നിന്ന് കത്തിക്കാൻ പാടില്ല, ലൈറ്റർ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആ സംഭവം ഭയങ്കരമായിട്ട് ഇത്ര വലുതാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് ശരിക്കും നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവിടുന്ന് പിന്നെ അടുത്ത കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ, എല്ലാ സ്ഥലങ്ങളിലും അനാവശ്യമായിട്ടുള്ള ഇടപെടൽ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും അനാവശ്യമായിട്ട് ഇടപെടൽ രതീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഇടപെട്ട് ഓവറായിട്ട് സംസാരിച്ച് ഓവറായിട്ട് സൗണ്ട് എടുത്ത് കൊടുത്ത് അദ്ദേഹത്തിന്റെ സൗണ്ട് വരെ അടഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് മറ്റു മത്സരാർത്ഥികൾ പറയുന്നുണ്ട്, നീ ഇത്ര സൗണ്ടിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് തൊണ്ടയിൽ ഇഷ്യൂ വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ ലൗഡായിട്ടുള്ള സംസാരം ഒരു കാരണവശാലും നിർത്തുന്നില്ല. ഒരു പക്ഷേ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നത്, അത്രയും ലൗഡായിട്ട് സംസാരിക്കേണ്ട ആവശ്യകത അവിടെ എന്തായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിനുശേഷം പിന്നീട് അടുത്തൊരു ഇതിലേക്ക് വരികയാണെങ്കിൽ, നമുക്കറിയാം ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ആരുടെയും ഒരു ഇടപെടലില്ലാതെ, മൊബൈൽ ഫോണില്ല, TV ഇല്ല, മറ്റേ എന്റർടൈൻമെന്റ്സ് ഒന്നുമില്ലാതെ 18 അല്ലെങ്കിൽ 19 പേർ അടച്ചു മൂടിയിരിക്കുന്ന ഒരു റൂമാണ് അല്ലെങ്കിൽ ഒരു വീടാണ്. ഈ വീട്ടിൽ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എത്ര ശത്രുക്കളാണെങ്കിലും നമുക്ക് മുന്നിലുള്ള സഹമത്സരാർത്ഥികൾ മാത്രമാണ്. എന്നിരുന്നാലും മത്സരാർത്ഥികൾ തന്നെയാണ്. എങ്കിൽ പോലും നമുക്കൊരു സൊല്യൂഷൻ എന്ന് ചെന്ന് നിൽക്കാൻ പറ്റുന്ന വ്യക്തികൾ കൂടെയുള്ളവർ മാത്രമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജാൻമണി ഒരു ദിവസം അദ്ദേഹത്തിനെ പോയിട്ട് ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു സൗഹൃദമോ ഒരു സ്നേഹമോ ത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാവാം. അതിനേക്കും ഉപരി മറ്റൊരു അർത്ഥമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു സാധാരണ കാണുന്ന പ്രേക്ഷകൻ അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അതൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു കെട്ടിപ്പിടുത്തമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ രതീഷ് അവിടെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്പോട്ടിലല്ല, പിന്നീട് ഒരു മോർണിംഗ് ടാസ്കിന് ശേഷമാണ് അദ്ദേഹം ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ജാൻമണി അങ്ങനെ ചെയ്തതുകൊണ്ട് ഇത് എൻ്റെ ഫാമിലി കാണുന്നുണ്ട്, എൻ്റെ മക്കള് കാണുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജാൻമണി അത് ചെയ്തത് തെറ്റാണ്, മറ്റു മത്സരാർത്ഥികൾ എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എനിക്ക് പ്രശ്നമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ജാൻമണി ഒരു ട്രാൻസ് വുമൺ ആയതുകൊണ്ടാണോ അങ്ങനെ ഒരു സംസാരം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള സംസാരമൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ എലിമിനേഷനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതും ഇതുമാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ഡബിൾ സ്വഭാവം, അതായത് രണ്ട് സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. അതായത് ഇതേ ഹൗസിൽ തന്നെയുള്ള സുരേഷ് എന്ന വ്യക്തിയുണ്ട്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സുരേഷിനെ പോയി രതീഷ് ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രതീഷ് പറയുന്നുണ്ട്, എനിക്കൊരു സങ്കടം വന്നപ്പോൾ എനിക്കൊരു അച്ഛനെ പോലെ സഹോദരനെ പോലെ നിങ്ങളെ ഹഗ് ചെയ്യാനാണ് തോന്നിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വളരെ സൗഹാർദ്ദപരമായിട്ട് സുരേഷ് അവിടെ പറയുന്നുണ്ട്, നിന്റെ ഉദ്ദേശം എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ അതിൽ ഒട്ടും ഓക്കെ അല്ല
ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. ആ വിഷയത്തിനെ ഇതങ്ങ് ഭയങ്കര രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട്, പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, പലരോടും പോയി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ജാൻമണിയുമായിട്ടുള്ള രതീഷിന്റെ പ്രശ്നവും അതേപോലെ തന്നെ സുരേഷുമായിട്ടുള്ള പ്രശ്നവും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ രണ്ടും രണ്ട് രീതിയിലാണ് കൈകാര്യം ചെയ്തത്. സംസാരിച്ച വേ രണ്ടും രണ്ടാണ്. രതീഷ് കൈകാര്യം ചെയ്ത രീതിയും അതുപോലെ തന്നെ സുരേഷുമായിട്ടുള്ള ഇൻസിഡന്റ് സുരേഷ് ഹാൻഡിൽ ചെയ്ത രീതിയും രണ്ടും രണ്ടാണ്. അത് എന്താണെന്ന് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഇരിക്കുന്ന സമയത്ത് രതീഷ് വേറൊരു കാര്യം കൂടെ പറയാണ്. സുരേഷ് അനാവശ്യമായിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് സുരേഷ് ഒരു ഗേ ആണോ എന്നുള്ളതാണ്. ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി അത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വരാൻ പാടില്ല എന്നുള്ളതാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം. അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് അങ്ങനെ ഒരു വേർഡ് അവിടെ യൂസ് ചെയ്തു. ഒരു കാരണവശാലും ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു സംസാരം പാടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടാണ്. അത് സംസാരിക്കേണ്ട കാര്യം തന്നെയാണ്. അവിടെ നിന്ന് കുറച്ചും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നീട് വരുന്നത് ഗബ്രി അതുപോലെ തന്നെ ജാസ്മിൻ തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് എന്ത് തന്നെ ആയാലും ഒരു ആൺകുട്ടിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ജാസ്മിനും ഗബ്രിയും. അവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് രതീഷ് നിങ്ങൾ തമ്മിൽ പ്രണയമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അല്ലെങ്കിൽ സഹോദര സ്നേഹമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവരെ തമ്മിലുള്ള മാറ്ററാണ്. അതിൽ ഒരു കാരണവശാലും രതീഷിന് ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ള ഇടപെടേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഒരിക്കലും മറ്റൊരാൾ അല്ലെങ്കിൽ സഹ മത്സരാർത്ഥികൾ ഇവരുടെ റിലേഷനെ പറ്റി നിങ്ങൾ പോയി സംസാരിക്കൂ എന്നൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് അദ്ദേഹം അവിടെ പോയി ഇടപെട്ടതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും ബിഗ് ബോസ് സീസൺ 6 ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലും ബിയുടെ ഒരു നിഗമനവും അനുസരിച്ചിട്ട് ഇതൊക്കെ ആവാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അനാവശ്യ ഇടപെടലുകളായിരിക്കാം അദ്ദേഹം പുറത്താകാൻ കാരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വേറൊരു മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഇത്തരത്തിൽ റൂൾസ് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ട് കേൾക്കാത്ത വ്യക്തി, അതായത് റൂൾസ് ബ്രേക്ക് ചെയ്ത വ്യക്തി, പലപ്പോഴായിട്ടും പലതരത്തിലുള്ള വാണിംഗ് കിട്ടിയിട്ടും അതൊന്നും അനുസരിക്കാത്ത വ്യക്തി എന്നൊക്കെ നിലയിൽ നമുക്ക് എലിമിനേഷനെ രണ്ട് രീതിയിൽ കാണാൻ കഴിയും. ഒന്ന് പ്രേക്ഷകരുടെ വോട്ട് കിട്ടാതെ വന്നിട്ട് പുറത്താകുന്നതും, ഒന്ന് എവിക്റ്റ് ആകുക എന്നുള്ളത്. എവിക്ഷനും എവിക്റ്റ് തമ്മിൽ രണ്ടും ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എവിക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും അവരൊരു തീരുമാനമെടുത്ത് പുറത്തേക്ക് വിട്ടു എന്നുള്ളതും, എവിക്ഷൻ എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ വോട്ട് കിട്ടാതെ പുറത്തേക്ക് വന്നു എന്നുള്ളതുമാണ്. അപ്പം ഇതും എന്താണ്, എവിക്ഷൻ ആണോ എവിക്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും രതീഷ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിഗ് ബോസ് ജേണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്.